ഹലോ ഗായ്സ്, ഇപ്പൊ നമ്മൾ ദുബായ് പോകുന്നു. അസലില്ലാതെ നമ്മൾ ട്രിപ്പിന് പോകുന്നു ഗായ്സ്. നമുക്ക് വേണ്ടി നമ്മൾ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നത് അനൂക്കായി ആമയാണ്. അവർ കുറച്ച് നേരമായിട്ട് നമ്മളെ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ മുറ്റത്ത് അവർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ കാറിൽ കയറി എമിറേറ്റ്സ് റോഡിലേക്ക് ഇറങ്ങാൻ പോവാണ്. അപ്പോൾ നമ്മൾ എമിറേറ്റ്സ് റോഡിൽ ഇറങ്ങി നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ നമ്മളെ വ്ളോഗ്സിനെ പറ്റിയൊക്കെ സംസാരിച്ച് നമ്മൾ പോവുകയാണ്. എങ്ങനെയാണ് വ്ളോഗ്സൊക്കെ തുടങ്ങിയെന്നൊക്കെ കുറേ ചോദിച്ചു. ഇതാണ് ആമി, അനൂക്കൻ്റെ വൈഫ്, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള ആമി. ആമിയും കുറേ വിശേഷം ചോദിച്ചു. പിന്നെ അനൂക്ക് ഫുള്ള് മോമുക്കാക്കുന്നോട് വിശേഷം പറിച്ചിലായിരുന്നു. പിന്നെ നമ്മൾ അത് കഴിഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു റെസ്റ്റോറൻറ്റിൽ കയറി. റെസ്റ്റോറൻറ്റ് എന്നൊക്കെ പറഞ്ഞു അത്രയ്ക്കൊന്നുമില്ല, എന്നാലും ടീ ടൈമിനാണ് കയറിയത്. അവിടെ കയറിയിട്ട് എന്താ ഓർഡർ ചെയ്യേണ്ടുള്ളതെന്ന് കുറേ കൺഫ്യൂഷൻ അടിച്ച് അവസാനം ഓർഡർ ചെയ്ത് ഫ്രൈഡ് ചിക്കൻ ഓർഡർ ചെയ്തു. അത് കഴിച്ചു. അത് കഴിഞ്ഞ് വണ്ടി കയറിയിട്ട് ഞാനോട് കുറേ പ്രശ്നം പറഞ്ഞു, വൈബാക്ക. അപ്പം അവിടേക്ക് തലവേദന അതൊക്കെ പറഞ്ഞിട്ട് കാലിലുള്ള വൈബ് മാത്രം പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ കുറേ ദൂരം പോയി. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് കുറേ ദൂരം പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ പൊക്കോണ്ടിരുന്ന് ദുബായിലെത്തിയപ്പോൾ പിന്നെ ഫുള്ള് ദുബായിലെ വിശേഷങ്ങളായിരുന്നു. നമ്മൾ റസലേമിൽ നിന്ന് ദുബായിലോട്ട് ഇടയ്ക്കിടയ്ക്കല്ലേ വരുന്നത്. അപ്പോൾ ഫുള്ള് ദുബായിലത്തെ വിശേഷം. നമ്മൾ ഇറാഖിൽ ഇങ്ങനെയൊന്നുമില്ല, അങ്ങനെയില്ല. പിന്നെ റോഡിന് മറ്റേ സിഗ്നൽ അത് ഇതൊക്കെ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ പറഞ്ഞ് എന്താ നമ്മൾ ഇപ്പം നമ്മൾ പോകുന്ന കാര്യം പറയാൻ മറന്നുപോയി. അത് പോകുന്നത് സ്കീ ദുബായിലാണ്. അപ്പോൾ സ്കീ ദുബായിൽ നമ്മൾ പോവുകയാണ്. സ്കീ ദുബായ് ഉള്ളത് മോൾ ഓഫ് എമിറേറ്റ്സിലാണ്. അപ്പോൾ നമ്മൾ മോൾ ഓഫ് എമിറേറ്റ്സിൻ്റെ എത്തിയിട്ട് നമ്മൾ പാർക്കിങ്ങിന് വേണ്ടി തപ്പുകയാണ്. ഇതിൻ്റെ ഉള്ളിൽ പാർക്ക് ചെയ്യുന്ന കാര്യം കുറച്ച് ടാസ്ക് ഉള്ളതാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു പാർക്കിങ്ങിലേക്ക് പോയി. അവിടെ നമുക്ക് എൻട്രി ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ വേറൊരു പാർക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ പോയി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ് പാർക്കിങ് ചെയ്താണ്. അപ്പോൾ നമ്മൾ നോക്കിയപ്പോഴത്തേക്ക് ഒരുപാട് നല്ല അടിപൊളി കാറുകൾ കിടക്കുന്നു. പക്ഷേ അവിടെ ഒന്നും നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റത്തില്ല. നല്ല ലക്ഷറി കാർസായിരുന്നു അവിടെ പാർക്ക് ചെയ്തിരുന്നത്. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കാർ എങ്ങനെ പാർക്ക് ചെയ്യാൻ? അപ്പോൾ നമ്മൾ ചെന്ന് അവിടെ കുറച്ച് നേരം, അപ്പോൾ നമ്മുടെ മുന്നിൽ ഒരു വണ്ടി ഉണ്ടായിരുന്നുകൊണ്ട് നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ പിന്നെ പുറത്തേക്ക് ഇറങ്ങാനുള്ള വഴി നോക്കി നടക്കുകയായിരുന്നു. നമ്മൾ ഒരുപാട് നേരം തപ്പി നമ്മൾ പിന്നെയും പുറത്തേക്ക് ഇറങ്ങി. കാരണം നമുക്കൊരു ഐഡിയ ഇല്ല നമ്മൾ എവിടെയാണ് പാർക്ക് ചെയ്യുന്നത്. നമുക്ക് ഒരു ഐഡിയ ഇല്ല. നമ്മൾ മാപ്പ് നോക്കിയിട്ടാണ് പോയെങ്കിലും നമുക്ക് കുറേ വഴി തെറ്റുന്നുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ അവസാനം ഫൈനലി നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് എത്തി. ഇടയ്ക്ക് പറയാൻ മറന്നുപോയൊരു കാര്യമാണ് നമ്മുടെ യൂട്യൂബ് ചാനലും ഇൻസ്റ്റഗ്രാം പേജിൻ്റെയും കാര്യം. ഇൻസ്റ്റയിൽ എല്ലാവരും ഫോളോ ചെയ്യുക, ലൈക്ക് അടിക്കുക, നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ കുത്തി മീൻസ് ബെല്ലൈക്കൺ അമർത്തി നിങ്ങൾ നമ്മുടെ ഒരു ചാനലും നമ്മുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ഇതിൻ്റെ അക്കൗണ്ടിൻ്റെയും ചാനലിൻ്റെയും പേര് ലൈഫ് സ്റ്റൈൽ സ്റ്റോറീസ് എന്നാണ്. അപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ ലൈഫ് സ്റ്റൈൽ സ്റ്റോറീസ് ഒന്നും എൻ്റെ അസലിൻ്റെ ഫോട്ടോ ആണ് നമ്മൾ ഇതിൻ്റെ DP ആയിട്ടിട്ടേക്കുന്നത്. അപ്പോൾ രണ്ടിലും നിങ്ങൾ ഫോളോ ചെയ്യുക. അങ്ങനെ നമ്മൾ എമിറേറ്റ്സ് മാളിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോവുകയാണ്. എൻട്രൻസിൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ് ഗായ്സ്. ഇനി അവിടുന്ന് കുറച്ച് നടക്കാനുണ്ട്. അപ്പോൾ അതിനൊക്കെ ഫുൾ എൻ്റെ വ്ളോഗ്സിനെ പറ്റിയായിരുന്നു പറയുന്നത്. പിന്നെ അവിടെ കുറേ കാറുകൾ, വരുന്ന കാറ്, പോകുന്ന കാറ്, പാർക്ക് ചെയ്യുന്ന കാറിനെയൊക്കെ പറ്റി നമ്മൾ ഓരോന്ന് പറയുന്നുണ്ടായിരുന്നു. ഞാനും മാമിയും എന്തൊക്കെയോ സംസാരിച്ചു. ഞങ്ങൾ ഒരു മൈൻഡില്ലാത്ത രീതിയിൽ നേരെ നടന്നു പോകുന്നുണ്ടായിരുന്നു. അനുക്കായും കാക്കും അവർക്ക് പിന്നെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ ഒരു മൈൻഡില്ല. ഇതേതേ ഈ പിള്ളേരെന്നുള്ള രീതിയിൽ മുന്നേ പടം നയിക്കുന്ന നായകന്മാരെ പോലെ മുന്നേ അങ്ങ് നടന്നു പോക്കോളും. എങ്ങനെയാണെങ്കിൽ ആദ്യമായിട്ട് എമിറേറ്റ്സ് മാളിൻ്റെ മുകളിൽ കയറുന്നു, വണ്ടറടിച്ച് നിൽക്കുകയായിരുന്നു ഓരോ സ്ഥലങ്ങൾ. പിന്നെ നല്ല സമയമില്ലാത്തത് കൊണ്ട് നമ്മൾ ഓടി ഫസ്റ്റ്
ഫസ്റ്റ് തന്നെ സ്ക്യൂബ ഡൈവിലേക്കാണ് നമ്മൾ പോയത്. അവിടെ ചെന്നപ്പോഴത്തേക്കാണെങ്കിൽ ഇപ്പൊ കാണിച്ചു തരാനാണെങ്കിൽ ഭയങ്കര ഷോ ഓഫ് ഒക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് കയറാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞ് അവസാനം ഒരു വാനും കിട്ടി. അത് കഴിഞ്ഞ് നമ്മൾ ഷൂസൊക്കെ വാങ്ങാൻ നിന്നപ്പോൾ പിന്നെ കൺഫ്യൂഷൻ, എനിക്ക് കയറാൻ പറ്റുമോ, ടൈമൊക്കെ കഴിഞ്ഞു, ലേറ്റ് ആയോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര 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 കൺഫ്യൂഷൻ ആയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അവിടുന്ന് കുറേ ഫോട്ടോസൊക്കെ എടുക്കണമെന്നൊക്കെ കരുതി. പിന്നെ നമ്മൾ കുറച്ച് വീഡിയോസ് വ്ളോഗ്സൊക്കെ എടുക്കുന്നതല്ല, അങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ എടുക്കാമെന്ന് കരുതി നമ്മൾ പ്രിപ്പയർ ആകാൻ നേരത്തെ, വീഡിയോ എടുക്കാൻ നേരത്തെ ഇവരാരും ചിരിക്കുന്നുണ്ടായിരുന്നില്ല. ഞാൻ മാത്രം നല്ല ചിരിക്കുമ്പോൾ ഇവരാരും ചിരിക്കുന്നുണ്ടായിരുന്നില്ല. ഇവരെ കുറേ ചിരിക്കാനൊക്കെ പറഞ്ഞ് കുറേ കുഞ്ഞു കുഞ്ഞു വീഡിയോസൊക്കെ എടുത്ത്, പിന്നെ എല്ലാവരും തണുപ്പുണ്ടോ, ചൂടാണോ, അതാണോ ഇതാണോ എന്നൊക്കെ സംസാരിച്ച്, പിന്നെ ഞാനും കാക്കും കുറച്ച് വീഡിയോസ് എടുത്ത്. അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് കയറുമ്പം തന്നെ ഒരു ബ്ലൂ ലൈറ്റ് ഉണ്ട്, അതിനകത്തെല്ലാം നമ്മൾ നല്ല കളർ വ്യത്യാസം ഉണ്ടായിരുന്നു നമുക്ക്. എനിക്കാണെങ്കിൽ ഓൾറെഡി പനിയൊക്കെ ആയിട്ടും ഞാൻ അവിടെ പോയി ഇവിടെ വന്ന് വീണ്ടും പനി കൂടി. എന്നിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ അപ്പോൾ നമ്മൾ അതൊന്ന് കാണാൻ പോയ പെൻഗ്വിൻസിനെയാണ്. അപ്പോൾ ആദ്യം തന്നെ കുറേ സാധനങ്ങളൊക്കെ അവിടെ ആർട്ടിഫിഷ്യലായിട്ടാണെങ്കിലും അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് നമ്മളിങ്ങനെ ഒരാളുടെ പിറകെ പോവുകയാണ്. ഒരാൾ വന്ന് നമ്മളെ കൂട്ടിക്കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ നിൽക്കുന്ന ആ കറുത്ത കൊട്ടിട്ട ആളാണ് നമ്മളെ കൂട്ടിക്കൊണ്ട് പോയത്. ഇത് കഴിഞ്ഞ് നമ്മൾ അയാൾ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചു തരും, അതുപോലൊക്കെ ചെയ്യണമെന്നൊക്കെ എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ പറയാൻ എനിക്ക് കുറച്ചൊക്കെ മനസ്സിലായി, കുറച്ചൊന്നും മനസ്സിലായില്ല. അത് കാണാൻ വേണ്ടി നമ്മൾ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അയാൾ ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. എന്തായാലും ഒരു 10 minutes ഉണ്ട്, അത് നമുക്ക് കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞു. പിന്നെ ഞാനാണെങ്കിൽ ഇറക്കി ഗ്ലൗസ് ഇട്ടത് അങ്ങ് തിരിഞ്ഞു പോയി. എന്നിട്ട് ആ ഗ്ലൗസ് പിന്നെ കാക്കു കഷ്ടപ്പെട്ട് എനിക്ക് തിരിച്ചിട്ട് ഒട്ടിച്ച് കൈയൊക്കെ സെറ്റ് ചെയ്ത്, ഒരുപാട് തണുപ്പ് ഉള്ളിലേക്ക് കയറാണ്ടിരിക്കാൻ വേണ്ടി കാണിച്ച്. അപ്പോഴത്തേക്കും അത് ആ വീഡിയോയിൽ പെൻഗ്വിൻസിന് അയാൾ എങ്ങനെയാണ് ഇതാക്കുന്നതൊക്കെ നമുക്ക് കാണിച്ചു കാണിച്ചു. പക്ഷെ പെൻഗ്വിന് നമ്മൾ കാണാൻ നേരം നമുക്ക് ഫോൺ അവിടെ അലോഡല്ല. അവർ കുറേ വീഡിയോസ് ഇതൊക്കെ എടുത്തു തരും. പിന്നെ നമ്മൾ ഉള്ളിലേക്ക് ഇതുപോലെ എപ്പോഴും പറഞ്ഞ് വെറുപ്പിക്കുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ഞാനാണെങ്കിൽ നമ്മൾ ഏത് സംഭവത്തിലായിരുന്നു കാക്കു പോയത്, ഫസ്റ്റില് ഒരു മഞ്ഞിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ജീ പോലെ വന്നിട്ട് സ്ലൈഡിനകത്ത് കയറാൻ വേണ്ടി വലിയ കാര്യത്തിൽ ഓടുന്നുണ്ട്. ഞാൻ അതിനകത്തൊന്നും കയറിയിട്ടില്ല, പക്ഷെ വലിയ കാര്യത്തിൽ ഞാൻ കയറുന്നുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും ഇടയ്ക്ക് ഞാൻ ഗ്ലൗസ് ഊരിയായിരുന്നു ഫോട്ടോയും വീഡിയോസൊക്കെ എടുക്കാൻ. ഈ ഗ്ലൗസ് ഇട്ടിട്ട് ഫോണിൽ ഇതൊന്നും സ്ക്രീൻ വർക്ക് ആവത്തില്ല. അപ്പോൾ ഞാൻ ഗ്ലൗസൊക്കെ ഊരിയിട്ട് എങ്ങനെ സംഭവം ചെയ്യുന്നതെന്നൊക്കെ ഒന്ന് നോക്കുന്നു. അപ്പോൾ അവിടെ ഒരു കുട്ടീനെ ഈ സ്ലൈഡിലേക്ക് അവർ കയറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ കുറേ നേരം നോക്കി. അങ്ങനെ സ്ലൈഡ് ഞാൻ കഴിഞ്ഞു. ചെയ്തിട്ട് ഞാനും കാക്കു ഒന്നിച്ചാണ് ചെയ്തത്. അപ്പം ഞങ്ങളെ പിറകെ വരുന്നത് അനുക്കായും ആമിയാണ്. അവർ വരുന്നുണ്ട്. ആമിക്ക് നല്ല പേടിയൊക്കെ ഉള്ളതാണ്, പക്ഷെ എന്നാലും ആമി എല്ലാത്തിലും കയറും, നല്ല സെറ്റായിട്ട് കയറും. ആമി ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ഭയങ്കര ഹാപ്പിനെസ് കാണും. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഞാനും കാക്കും കയറിയത്, എനിക്ക് പേരറിയാൻ വയ്യാത്തൊരു സംഭവം എന്ന് വെച്ചാൽ ഇങ്ങനെ പൊങ്ങി നമ്മളെ പൊക്കത്തൂടെ കൊണ്ടുപോകുന്ന സാധനം, അതിനകത്തൂടെ കയറി അവിടെ വ്യൂ ഒക്കെ കാണാൻ നല്ല രസമായിരുന്നു, അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നിലത്തിറങ്ങി വന്നിട്ട് മഞ്ഞ് കണ്ടപ്പോൾ പിന്നെ എല്ലാവരും ചെയ്യുന്ന പോലെ നമ്മളും മഞ്ഞ് വാരി അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല എറിയാൻ തുടങ്ങി. ഞാനാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഇറങ്ങിയത് ആമിയായിരുന്നു. ആമിയെ കുറേ എറിഞ്ഞു. കാക്കു എന്നെ അറിയുന്നുണ്ടായിരുന്നു, ഞാനും തിരിച്ചറിയുന്നുണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ ഇറങ്ങുന്നത് ആമിയായിരുന്നു. പിന്നെ എല്ലാത്തിൻ്റെ വീഡിയോഗ്രാഫറായിട്ട് നിന്നത് അനുക്കാക്കാൻ്റെ ഫോണിലേക്കൊക്കെ ആമി എറിഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. അനുക്കാക്കാനെ എറിഞ്ഞ വഴിക്ക് ഫോണിലേക്ക് കയറിക്കൊണ്ടാണ്. അത് കഴിഞ്ഞിട്ട് ഞാനും കാക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങി കളിക്കാൻ തുടങ്ങി. കുറേ നേരം ഇറങ്ങി കളിക്കാൻ തുടങ്ങി. നമ്മൾ ഇതിനകത്ത് 2 പ്രാവശ്യം കയറിയായിരുന്നു. അപ്പോൾ ഇതിൽ അനുക്കാക്ക ആമി ഫ്രണ്ടിലായിരുന്നതുകൊണ്ട് ഞങ്ങൾ ബാക്കിൽ കൂടെ വരുന്നു ഞങ്ങളുടെ ഫോട്ടോ എടുക്കുക. അതിനുശേഷം ഞാൻ കയറിയത് ഒരു ബോളിൻ്റെ ഉള്ളിലായിരുന്നു. എനിക്കത് ഭയങ്കര ഇഷ്ടമായി. ഞാൻ 2 പ്രാവശ്യം കയറി. അതിൻ്റെ ഉള്ളിൽ എനിക്ക് കയറാൻ ഇഷ്ടമെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ കയറിക്കാൻ ഇങ്ങനെ ചാടി പോകും. കുറേ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നത്. ഞാൻ ഇതാണ് ഏറ്റവും അധികം ചെയ്തത്. കുറച്ചൊന്നും ചെയ്തത് വീഡിയോസ് എടുക്കാൻ പറ്റില്ല, കാരണം നമുക്ക് ഫോണ് എപ്പോഴും എടുക്കാൻ പറ്റില്ല. അതെല്ലാം കുറേ ആക്ടിവിറ്റീസ് എല്ലാം കഴിഞ്ഞ് നമ്മൾ മാളിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മൾ തണുക്കാൻ തുടങ്ങി. ഒരു ഒരു ഐഡിയ കിട്ടത്തില്ല, നമ്മൾ എവിടെയാ ഫുഡിൻ്റെ ഇത് എവിടെയാണെന്നൊന്നും ഒരു ഐഡിയ കിട്ടത്തില്ല. എനിക്കൊക്കെയാണ് നമുക്ക് വഴി പറഞ്ഞു തരുന്നത്. ആദ്യം നമ്മളൊരു സ്ഥലത്തേക്ക് പോയി, അവിടുന്ന് നമ്മൾ പിന്നെ തിരിച്ചു വന്നു.
കാരണം നമുക്ക് കുറേ പ്രാവശ്യം വരി തെറ്റുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുറേ കാഴ്ചകളൊക്കെ കണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ നോക്കിക്കൊണ്ടിരുന്നത് ടോയ്സാണ്. കുറേ ടോയ്സ്, ഒരുപാട് ടോയ്സ് ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ടോയ്സ്. അപ്പോൾ ടോയ്സ് നോക്കി കുറേ നടക്കുന്നുണ്ടായിരുന്നു. മുന്നിൽ നടന്നത് ആമീൻ അനക്കാക്കായിരുന്നു. അത് നമ്മൾ ഐബേക്കിൻ്റെ അവിടെ വന്ന് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞു. നമുക്ക് പെട്ടെന്ന് തന്നെ ഫുഡ് കിട്ടി. നമ്മൾ ഫുഡ് കഴിച്ചു ഇറങ്ങി. ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ ഇറങ്ങി വണ്ടി എടുത്ത് നമ്മളതിന് വീട്ടിലേക്ക് പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. കുറച്ച് അടിച്ചു പൊളിച്ച് പോകാന്നൊക്കെ കയറി നമ്മൾ കുറച്ച് പാട്ടൊക്കെ വെച്ച് സെറ്റാക്കി. അങ്ങനെ നമ്മൾ ദുബായിൽ നിന്ന് തിരിച്ച് ഇറാഖിലേക്ക് വന്നു. ഓക്കെ, അടുത്ത വീഡിയോയിൽ നമുക്ക് ഇനി കാണാം. ബൈ ഗായ്സ്. ഇതുപോലുള്ള വീഡിയോകൾക്ക് നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കാതിരിക്കുക. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.